ഹായ് ഹലോ ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. പെൺകുട്ടികളോട് സംസാരിക്കാൻ പേടിയുള്ളവരാണോ നിങ്ങൾ? എന്നാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിയോട് സംസാരിച്ചാലാണ് അവൾക്ക് നിങ്ങളെ ഇഷ്ടമാവുക എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഓപ്പൺ ഷെയറിംഗ് ആണ്. അതായത് നിങ്ങളും ആ ഒരു പെൺകുട്ടിയോട് കൂടി സംസാരിക്കുന്ന ടൈമിലൊക്കെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പണായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. അതായത് ഒന്നും ഹൈഡ് ചെയ്യാതെ വേണം നിങ്ങൾ അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ആ ഒരു കുട്ടിയോട് ഓപ്പണായിട്ട് നിങ്ങൾ സംസാരിക്കുക. ഇങ്ങനെ ആ ഒരു കുട്ടിയോട് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കുമ്പോൾ ആ ഒരു കുട്ടിയുടെ ഉള്ളിൽ നിങ്ങളോടൊരു ഇഷ്ടം തോന്നാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ ഇതൊന്നും അറിയാതെ നടക്കും നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഫ്രണ്ട്സിന് ഇതാ ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ബിൽഡ് ട്രസ്റ്റ് ആണ്. അതായത് നിങ്ങളുടെയും ആ ഒരു കുട്ടിയുടെയും ഉള്ളിൽ, അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമേ അല്ല. ഇങ്ങനെ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോട് അവർക്ക് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് മാക്സിമം അവരോട് സത്യം മാത്രം പറയുക. കള്ളം, പൊങ്ങച്ചം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റിവെക്കുക. എന്നിട്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ മാത്രം പറയുക. മാക്സിമം കള്ളം പറയാതിരിക്കുക. അതേപോലെ തന്നെ അവരെ വിശ്വസിച്ച് നിങ്ങളോട് പറയുന്ന കാര്യം നിങ്ങൾ വേറെ ആരോടും പറയാതെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുക. അതായത് പരദൂഷണം എന്നൊക്കെ പറയുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അത് വേണ്ട എന്ന് വെക്കുക. അവർ പറയുന്ന കാര്യം എന്താണോ അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ഉള്ളിൽ നിങ്ങളോടൊരു വിശ്വാസം ഉണ്ടായിക്കോളും. ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ജെന്യുൻ പേഴ്സണാലിറ്റിയാണ്. അതായത് ചില വ്യക്തികളുണ്ട്, ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കാണുമ്പോഴത്തേക്ക് പൊക്കി പൊക്കി പറയാൻ വേണ്ടി തുടങ്ങും. അതായത് ഇല്ലാത്ത കാര്യം ഉണ്ട് എന്നങ്ങോട്ട് പറഞ്ഞ് ഉണ്ടാക്കും. ഇങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് ആ ഒരു പെൺകുട്ടിക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ പൊക്കി പൊക്കി പറയാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നിന്നെ കാണാൻ എന്ത് രസമാണ്, നിന്റെ മൂക്ക്, കണ്ണ്, വായ, പല്ല് തുടങ്ങി ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയും. ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഓവറായിട്ട് നിങ്ങളിങ്ങനെ പറയുകയാണെങ്കിൽ ആ ഒരു കുട്ടിക്ക് മനസ്സിലാവും നിങ്ങളൊരു കോഴിയാണെന്ന്. പിന്നെ ആ ഒരു കുട്ടിക്ക് നിങ്ങളൊരു വിശ്വാസമോ ഇഷ്ടമോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ജെന്യുവനായിട്ട് വേണം നിങ്ങൾ ആ ഒരു കുട്ടിയോട് പെരുമാറാൻ വേണ്ടിയിട്ട്. ഉള്ള കാര്യം മാത്രം ഉള്ളതുപോലെ പറയുക. ഇതാണ് നിങ്ങൾ മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം. ഇനി ഫോർത്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു കുട്ടിയുടെയും നിങ്ങളുടെയും കോമൺ ഇൻട്രസ്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കുക. അതായത് ചിലപ്പോൾ ആ ഒരു കുട്ടിക്ക് പാട്ടായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ഡാൻസ് ആയിരിക്കും, സ്പോർട്സ് തുടങ്ങി ആ ഒരു കുട്ടിക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യമാണോ നിങ്ങൾക്കിഷ്ടം ആ ഒരു കാര്യം നിങ്ങൾ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് ആ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് മാത്രം ആ ഒരു കുട്ടിയോട് സംസാരിക്കുക. എപ്പോഴുമല്ല, വല്ലപ്പോഴും ഒക്കെ. ഫുൾ ടൈം അത് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവൾക്കും ബോറടിക്കും, നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ട് ആ ഒരു കുട്ടിയുടെ കോമൺ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ച് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട നാലാമത്തെ കാര്യം. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അപ്രീഷിയേറ്റ് ചെയ്യുക എന്നതാണ്. അതായത് നല്ലത് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണ് എന്ന് പറയാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ഒരു കുട്ടിക്ക് എന്തെങ്കിലും അച്ചീവ്മെൻറ്റോ കാര്യങ്ങളൊക്കെ കിട്ടി, അപ്പോൾ നിങ്ങൾക്ക് ജെന്യുവനായിട്ട് പറയാം, കൺഗ്രാജുലേഷൻസ്, അതൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ ആ ഒരു കുട്ടിയുടെ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ലത് വരുമ്പോഴത്തേക്കും നിങ്ങൾ കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു കുട്ടിയുടെ ഉള്ളിൽ നിങ്ങളോടൊരു ഇഷ്ടം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അതൊരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും അറിയാതെ നടക്കുക നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.